അല്ലെങ്കിൽ എനിക്ക് മുമ്പേടാ നിനക്കൊക്കെ തുടക്കത്തിലുള്ള ഒരു ആവേശം കാണും. അതെ, തേങ്ങയുടെ ആളെ കിട്ടാത്തതിന് ഞാൻ എന്ത് ചെയ്തെന്ന് അമ്മാവൻ പറയണേ. ശരിയാ മാവ, ക്ലീറ്റോ ആളെ നോക്കാഞ്ഞിട്ടല്ല, കിട്ടണ്ടേ ആരെങ്കിലും. സപ്പോർട്ട് ചെയ്യാൻ ഒരു ഭാര്യ. ഒരുത്തനെ കിട്ടിയാൽ തന്നെ 100 രൂപയും 2 തേങ്ങ അവന് കൊടുക്കണം. പിന്നെ ഇതിൽ എന്താണ് ലാഭം? അപ്പൊ സത്യം പറഞ്ഞ ഈ കച്ചവടം ചീറ്റി അല്ലേ? അങ്ങനെയും പറയാം. അതെ, തേങ്ങ തരാന്ന് പറഞ്ഞ ആൾക്കാർ വിളിച്ചോണ്ടിരിക്കുക. തേങ്ങ അവർ മറിച്ചു കൊടുത്തോട്ടെ, എന്തോ പറയാനെന്നാണ്. അതെ, അത് ചിലർക്ക് ചിലത് പറഞ്ഞിട്ടുണ്ട്. അണക്ക് ഈ നാട്ടുകാരെ പറ്റിക്കലും ആ അഴിഞ്ഞ രാഷ്ട്രീയത്തിൽ കടന്ന് കളിക്കാനാ യോഗം. എന്റെ അമ്മാവൻ ദേവി അത് ശവത്തെ കുത്തല്ലേ. എന്താടാ കിട്ടിയോ? അതെയാ? ആ മിടുക്കൻ മിടുക്കൻ. ആ പെട്ടെന്നുണ്ടോ? വാ വാ വാ, പോരട്ടെ പോരട്ടെ. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഓക്കെ എന്നാ. കിട്ടി, ആളെ കിട്ടി. ആ നമ്മുടെ ഒരു പഴയ പാർട്ടിക്കാരനാ, പൊന്നപ്പൻ പൊന്നപ്പൻ. അവരെ കിട്ടി. അതൊക്കെ തപ്പി എടുത്ത് നമ്മളെ പിള്ളേര്. അത് എന്റെ പാർട്ടിയുടെ ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഒരു ഇതാണ്. നടരാജനും കൂട്ടരൊക്കെ അത് നടക്കുന്നൊന്നുമില്ല. എന്റെ അമ്മാവ എന്തെങ്കിലും പറഞ്ഞ് അതിന് ഉടനെ പിന്തിരിപ്പിക്കല്ലേ. ഒരു പ്രോത്സാഹനം ഇല്ലാത്തൊരു കുടുംബം തന്നെ. വരണ്ട് വരണ്ട് അവർ കൊണ്ടുവരണുണ്ട്. ഓ സമാധാനമായി. അതെ, ഇനിയിപ്പോ ക്ലീറ്റോയ്ക്കറിയാം എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. ഈ വെളിച്ചെണ്ണ കച്ചവടത്തിൽ ക്ലീറ്റോ ഒരു വമ്പൻ സാമ്രാജ്യം കെട്ടിപ്പടുക്കും. നോക്കിക്കോ. തള്ളല്ലേ തള്ളല്ലേ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ആദ്യം തേങ്ങ ഇവിടെ എത്തട്ടെ, എന്നിട്ട് അത് പൊതിക്കട്ടെ, എന്നിട്ട് ഉണക്കട്ടെ, എന്നിട്ട് ആട്ടട്ടെ, എന്നിട്ട് വിൽക്കട്ടെ. കഷ്ടം. ആ അയ്യോ വന്ന് ഇങ്ങോട്ട് ഒതുക്കി 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 ഒതുക്കി. എവിടെ ഇറങ്ങ പൊന്നപ്പ പൊന്നപ്പൻ എവിടെ? അതിന്റെ പൈസ കൊടുക്കാതെ. ആ പൈസ കൊടുത്ത ആ കൊടു. ശരിയേട്ടാ. അല്ല മാറി വണ്ടി പോട്ടെ വണ്ടി പോട്ടെ മാറി. പൊന്നപ്പനെ ഒരു ബെൻസ് കാറി വന്ന് കൂട്ടിക്കൊണ്ട് പോയാ. ബെൻസ് കാറി കൊണ്ടുപോയാ? പിന്നെ ഇതിപ്പോ ആരും ഇത് തെങ്ങി കയറും? എന്റെ ആളിയെ വേറെ പ്രശ്നമൊന്നുമില്ല. അവന്റെ ഞാൻ യന്ത്രം മേടിച്ചിട്ടുണ്ട്. തെങ്ങി കയറുന്ന യന്ത്രമാണ് ഇത്. എടാ, ഈ കൊരങ്ങന്റെ കയ്യില് പൂമാല കിട്ടുമ്പോൾ ഈ സാധനം നിങ്ങൾക്ക് കിട്ടിയിട്ട് എന്താ കാര്യം? ഇത് വെറും സിമ്പിളാണ്. ഇത് ചുമ്മാ ഇങ്ങനെ 2 കാലിലും അങ്ങോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ചുമ്മാ അങ്ങ് കയറി പോയാൽ മതി. അപ്പൊ ഇതെല്ലാം എന്നെ പഠിപ്പിച്ചിട്ടാ പോയത്. എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പരിചയമില്ലാത്ത കാര്യമല്ല. ഇത് നടക്കുവോ? അല്ല അല്ല അല്ല, പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പൊ അങ്ങനെ ഒരു ആളെ വിളിച്ച് അയാൾക്ക് കാശ് കൊടുക്കണ്ടല്ലോ. പിന്നെ അത് ശരിയാ, നമുക്ക് മാറി മാറിയിട്ട് കയറിയാ പോരെ. അത് ലാഭം. ഇത് കാലിലിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കയറി കൊടുത്താൽ മതി. ഇങ്ങനെ പറയുമ്പോ അത് കേൾക്കാൻ എളുപ്പമുണ്ട്. പക്ഷെ തെങ്ങി കയറി എന്ന് കാണിച്ചാലേ അത് നമുക്ക് വിശ്വസിക്കാൻ. ഇത് കേറാൻ പറ്റും, നമുക്ക് കേറാളിയാ. നീ എല്ലാം ഓക്കെ ആണ്? പിന്നെ ഞാൻ ഓക്കെയാണ്. അതെ, നമ്മള് കച്ചവടമൊക്കെ ഗംഭീരായി നമുക്ക് ഇങ്ങനത്തെ ഓരോരുത്തർ ആളുമ്പിലും ഓരോരുത്തർക്ക് ഓരോ മെഷീൻ. അത് ശരി അത് ശരി. എന്നാ പിന്നെ അങ്ങനെ ആവും അല്ലേ? എന്നാ നമുക്ക് നമ്മുടെ തൊടിയിലിനോട് തുടങ്ങാം. ഒരു ധൈര്യത്തിന് ഞാൻ വരടാ. നടക്കുന്ന നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല ഇത് എങ്ങനെയാന്നൊക്കെ. നടക്ക് നടക്ക്. അതെടുക്ക്. വാങ്ങിക്കുന്നേ അതങ്ങോട്ട് നടന്നു. Alien versus Alien.